അതായത് ക്രൈസ്തവ ചരിത്രത്തിലുള്ള ഒരു തെളിവ് നമ്മൾ എടുക്കുന്നില്ല. ക്രൈസ്തവ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ പൊക്കുന്ന ലിറ്ററേച്ചർ, പൊക്കിയടി സാഹിത്യം. ഇസ്ലാമിക് ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദിനെ പൊക്കിയടിക്കുന്ന ലിറ്ററേച്ചർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചിലത് പൊക്കിയടിക്കുന്നില്ലല്ലോ, ചിലത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലേ, ഇങ്ങനെ തോന്നുന്നില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. തെറ്റുപറ്റിയത് നിങ്ങൾക്കാണ്. കാരണം അത് ഉണ്ടാക്കിയ സമയത്ത് നല്ല പേര് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇരുന്ന് നോക്കുമ്പോഴാണ് ഇതൊക്കെ മോശമായിട്ട് തോന്നുന്നത്. കാലത്തിന്റെ മനസാക്ഷി മാറി. മോറൽ സെയ്റ്റ് ഗെയ്സ്റ്റ് എന്ന് പറയും. അന്നൊക്കെ ആയിരുന്നു. അന്ന് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ അന്നത്തെ മനുഷ്യര് ക്ലാപ്പ് ചെയ്ത സാധനങ്ങളാണ്, അവർ ആസ്വദിച്ച കാര്യങ്ങളാണ്. അന്നത്തെ മോറൽ ലാൻഡ്സ്കേപ്പ് അതായിരുന്നു. ഇന്നതല്ല. അതുകൊണ്ടാണ് മുഹമ്മദ് മോശക്കാരനായി അവർ മുത്തെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വേറെ പലതും വിളിക്കുന്നതിന്റെ കാര്യം. കാലം മാറിയതാണ്. അല്ല, മുഹമ്മദിന്റെ പ്രശ്നമല്ല, സാഹിത്യത്തിന്റെ പ്രശ്നമല്ല. ഇത് തന്നെയാണ് ക്രൈസ്തവ സാഹിത്യത്തിലും വരുന്നത്. ക്രൈസ്തവ സാഹിത്യം എന്ന് പറയുന്നത് എടുക്കാൻ പറ്റില്ല. വിശ്വാസി അവന്റെ വിഭ്രാന്തിയിൽ എഴുതി കുറിച്ച നുണകൾ, കെട്ടുകഥകൾ, കള്ളക്കഥകൾ, അതാണ് ഇസ്ലാമിക സാഹിത്യം. അതിന് 10 പൈസയുടെ വില കൊടുക്കാൻ പറ്റില്ല. സത്യത്തിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് അത് പരാജയപ്പെടും. അപ്പോഴാണ് പറയുന്നത്, ക്രിസ്ത്യാനികളല്ലാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന 2 പേരാണ്. ഒന്ന് ഫ്ലേവിയസ് ജോസഫസ് എന്ന് പറയുന്ന ഒരു ജൂത ചരിത്രകാരൻ, പിന്നീട് ടാസിറ്റസ് എന്ന് പറയുന്ന ഇന്നത്തെ സദേൺ ഫ്രാൻസ്, ഇറ്റലിയിൽ ജനിച്ച ഒരു റോമൻ ചരിത്രകാരൻ. ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ കാര്യമാണ്. ഈ നങ്ങേലി കഥ പോലെയൊക്കെയാണ് പല കേസുകളും കേട്ടോ. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് വളരെ ഈ ന്യൂമിസ്മാറ്റിക്സ് മുതൽ ഫോസിൽ കാർബൺ ഡേറ്റിംഗ് വരെയുള്ള തെളിവുകൾ സമാഹരിച്ചിട്ട് ഡേറ്റകൾ ഏകോപിപ്പിച്ച് ഒന്നുമല്ല അന്ന് ചരിത്രം ഉണ്ടാക്കിയിരുന്നത്. അന്ന് പല ചരിത്രങ്ങളും കേട്ടുകഥകളും ഐതിഹ്യങ്ങളും കയ്യിൽ നിട്ടും. കാര്യം അന്ന് ഈ സാധനങ്ങൾ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലിലും പല്ലിലും തോലിലും ടാബ്ലറ്റിലും മണ്ണിലും ഒക്കെ ചുട്ടെടുത്തൊക്കെ ആണ് ചില വലിയ വലിയ ശാസനങ്ങളൊക്കെ. പാപ്പറസ്, കടലാസുകൾ, ചുരുളുകൾ, ഇതിനൊന്നും അധിക കാലം ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള പ്രയത്നം ആവശ്യമാണ്, ജാഗ്രത ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ലൈബ്രറികളിലോ ആശ്രമങ്ങളിലോ ഈ ചുരുളുകളും മാനസ്ക്രിപ്റ്റുകളും ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മതിയായ കാലത്തിന് ശേഷം അത് തിരുത്തി എഴുതണം. അതിന്റെ പുതിയ പതിപ്പുകൾ എടുക്കണം. പുതിയ പതിപ്പുകൾ എടുക്കുമ്പോൾ പുതിയ പതിപ്പുകൾ എടുക്കുന്നവൻ പഴയ പതിപ്പുകൾ കാണും. ആ പഴയ പതിപ്പുകളിൽ ഇവൻ പുതിയ പതിപ്പുകൾ ഉണ്ടാക്കും. അങ്ങനെയാണ് ഈവൻ അതിനൊരു നല്ലൊരു ഉദാഹരണമാണ് മഹാഭാരതം. ജയം എന്ന് പറയുന്ന ഒരു വീരകഥ, ഒരു കഥാവിജയം. 10,000-ൽ താഴെ ശ്ലോകങ്ങളുള്ള ഒരു കഥയാണ്. 1,50,000